1891 വോട്ടുകൾക്ക് ഇപ്പോൾ മുന്നിലെത്തി നിൽക്കുന്നത്. വി ജോയിയുടെ ലീഡ് 1891. ഇനി ഒരു ലോക്സഭാ മണ്ഡലത്തിലെ ഫലം മാത്രമാണ് നമുക്കറിയാനുള്ളത്. മറ്റെല്ലാ മണ്ഡലങ്ങളിലും UDFിൻ്റെ അപ്രമാദിത്വം. ഒരു ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപിയുടെ തേരോട്ടം. ഇതാ ആലത്തൂരിൽ കെ രാധാകൃഷ്ണനിലൂടെ ഒരു മണ്ഡലം മാത്രം നിലനിർത്തിക്കൊണ്ട് CPM അഭിമാനം നിലനിർത്താൻ വേണമെങ്കിൽ സ്വാഭാവികമായും ഒരു മണ്ഡലം കൂടി വേണം. ഒരു മണ്ഡലത്തിൽ നിന്ന് മറ്റൊരു മണ്ഡലം, 2 മണ്ഡലം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആറ്റിങ്ങൽ വരുന്നു. ലീഡ് നില മാറിമറിയുകയാണ്. ആറ്റിങ്ങലിൽ ലീഡ് നില മാറിമറിയുകയാണ്. ഇപ്പോൾ ആരാണ്? വി ജോയിയുടെ മാറി വരുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. ഏറ്റവും ഒടുവിലത്തെ നില ഇതാണ്. ഒരാൾ ഫോൺ കോൾ ചെയ്യൂ. ആറ്റിങ്ങലിൽ ലീഡ് നില മാറിമറിയുന്നു. ഏറ്റവും ഒടുവിലത്തെ വിവരം. ജോയ് ലീഡ് ഉയർത്തി 5526 വോട്ടുകൾക്ക് ലീഡ്. മാനം കാത്തു ജോയ് 5526. LDF ലീഡ് ചെയ്യുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട മണ്ഡലം. LDFിന് ജയിച്ചു. LDF രണ്ടാമത്തെ സീറ്റിലും വിജയത്തിലേക്ക്. ഇതാണ് വിജയം. LDF കയ്യെത്തിപ്പിടിക്കുന്നു. ആറ്റിങ്ങലിലുണ്ട് വി ജോയ്. ആറ്റിങ്ങലിലെ LDF പ്രവർത്തകർക്ക് ജോയ്. എൻജോയ് സൂപ്പർ ജോയ്. CPMന്റെ ജോയ്. ഇതാണ് CPMന്റെ ജോയ്. 1500 പാട്ട് മുത്താണ് ജോയ്. മുത്താണ് ജോയ്, ചൊത്താണ് ജോയ്, പൊന്നു മുത്താണ് ജോയ്. CPMനും LDFനും. CPMന്റെ അഭിമാനം കാത്ത ജോയ്. വി ജോയ്, വി സ്പെല്ലിംഗ് മാറ്റി MK ജോയ് ആക്കാം. മാനം കാത്ത ജോയ്. വി ജോയ് ചിരിച്ചുകൊണ്ടിരിക്കുന്നു. 5526 വോട്ടുകൾക്കാണ് ഇപ്പോൾ വി ജോയ് മുന്നിലെത്തി നിൽക്കുന്നത്. ഇനിയും മാറാൻ സാധ്യതയുണ്ടോ? അവസാന റൗണ്ടാണ്. ഒന്നുകൂടി അല്ലമീനെ ഫോണിൽ വിളിക്കൂ. അല്ലമീനാണ് നമ്മുടെ ഹോട്ട്ലൈൻ. ആ ഹോട്ട്ലൈൻ വിളിച്ചാൽ നമ്മുടെ ഹോട്ട്ലൈൻ പൊളിഞ്ഞു പോകും. അതുകൊണ്ട് അല്ലമീൻ തന്നെ നിൽക്കട്ടെ. 5526 5526 5526. പ്രേക്ഷകരെ ഓർമ്മിക്കണം, 5526. ആറ്റിങ്ങലിൽ ജോയിയുടെ ഭൂരിപക്ഷം ഒന്ന് ഓർമ്മിച്ചു വെച്ചോളൂ, ഒന്ന് ഹൃദയത്തിൽ കുറിച്ചു വെച്ചോളൂ. പോൾ മാനേജ്മെന്റ് സ്ട്രാറ്റജിസ്റ്റായ അടൂർ പ്രകാശിനെ മറികടക്കാൻ വി ജോയിയുടെ സംഘടനാ നേതൃത്വം. അല്ലമീൻ, ഇനി എത്ര വോട്ടുകൾ എണ്ണാൻ ബാക്കി? ഇനി ശേഷിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നുകൂടി മനസ്സിലാക്കുന്നു. അപ്പോഴും സംസ്ഥാനത്തെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന, ത്രികോണ മത്സരം നടക്കുന്ന, ത്രില്ലർ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമായി ആറ്റിങ്ങൽ മാറുന്ന കാഴ്ചയാണ് ഈ അവസാന മണിക്കൂറിലും കാണാനാകുന്നത്. 5526 ലീഡ് നേടി വി ജോയ് ഇപ്പോൾ മുന്നേറുകയാണ്. ഓരോ സെക്കൻഡിലും ലീഡ് നില മാറി മറിയുകയാണ്. അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇടതുമുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വി ജോയിയുടെ നിലവിൽ നേടിയിരിക്കുന്ന വോട്ട് 3,80,112 ആണ്. തൊട്ടു പിന്നിലുള്ള അടൂർ പ്രകാശ് UDFിന്റെ സ്ഥാനാർത്ഥി 60,000 വോട്ട് എണ്ണാനുണ്ട് എന്നാണ്. ആ മണ്ഡലത്തിൽ നിന്ന് എനിക്ക് വി ജോയുടെ ഒരു സഹായി അയച്ചതാണ്. 60,000 വോട്ട് എണ്ണാനുണ്ട് എന്നാണ്. ശരിയാണോ? അങ്ങനെ തന്നെയാണ്. കൃത്യമായ ഒരു കണക്ക് ഔദ്യോഗികമായി നമുക്ക് ലഭിച്ചിട്ടില്ല. 1,00,000-ൽ താഴെ വോട്ടുകൾ എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. കൃത്യമായ കണക്ക് അവർ നൽകിയിട്ടില്ല. ഏതായാലും 1,00,000-നോ താഴെ വോട്ടുകൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. ആ വോട്ടുകൾ കൂടി എണ്ണി തീരുമ്പോൾ എന്താകും സാഹചര്യം എന്നത് ഏറെ പ്രധാനമാണ്. നമുക്ക് ഈ മണ്ഡലങ്ങളിൽ, ഈ ശേഷിക്കുന്ന മേഖലകളിൽ വോട്ട് എണ്ണുമ്പോഴും നേരിയ വ്യത്യാസമാണ് പലപ്പോഴും വരും. അല്ലമീൻ, ഇനിയിപ്പോൾ എണ്ണാനുള്ളത് പൂവച്ചൽ, കാട്ടാക്കട, ഏത് മേഖലയാണ്? അവസാന റൗണ്ടാണ്. വാമനപുരം, കാട്ടാക്കട, അരുവിക്കര മണ്ഡലങ്ങളിലെ വിവിധ പ്രദേശങ്ങളിൽ കൂടിയാണ് ഇപ്പോൾ വോട്ടെണ്ണൽ നടക്കാനുള്ളത്. ഈ മണ്ഡലങ്ങളിലൊക്കെ തന്നെ ഒരുപോലെ സ്വാധീനമുണ്ട് രണ്ടു കൂട്ടർക്കും എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ മേൽക്കൈ നമുക്ക് ആർക്കും പ്രവചിക്കുക സാധ്യമല്ല. അത് വോട്ടെണ്ണൽ നേടി വീണ്ടും വരുമ്പോൾ മാത്രമായിരിക്കും. വീണ്ടും വോട്ടുനിലയിൽ ഒരു മാറ്റം വന്നിരിക്കുകയാണ്. കൃത്യമായ കണക്ക് ഇപ്പോൾ പറഞ്ഞുതരാം സുജയ. വീണ്ടും ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടുനിലയിൽ ഒരു വ്യത്യാസം വന്നിരിക്കുന്നു. കണക്ക്, അതായത് ഇപ്പോൾ വി ജോയുടെ വോട്ട് 3,17,999 ആയിരിക്കുന്നു. അടൂർ പ്രകാശിന്റേത് 3,16,465 ആയിരിക്കുന്നു. ലീഡ് നില ഇപ്പോൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കാം. 1534. 5,500-ലേറെ വോട്ടുകളുടെ ലീഡ് ഉണ്ടായിരുന്ന വി ജോയ് 1534-ലേക്ക് ആറ്റിങ്ങലിൽ ഓരോ സെക്കൻഡിലും ലീഡ് നില മാറി മറിയുന്ന ഒരു കാഴ്ച കൂടിയാണ് കാണാനാകുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് 1534. പറഞ്ഞോളൂ അലമീൻ പറയൂ.
മൂന്ന് സ്ഥാനാർത്ഥികളും UDF-ന്റെയും LDF-ന്റെയും NDA-യുടെയും സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിൽ 3 ലക്ഷത്തിന് മുകളിൽ വോട്ട് നേടിയിരിക്കുന്നു എന്നുള്ള കാഴ്ച കൂടിയുണ്ട്. അഡ്വക്കേറ്റ് വി ജോയ് 3,17,999 വോട്ടുകൾ, അടൂർ പ്രകാശ് 3,16,465 വോട്ടുകൾ, വി മുരളീധരൻ 3,39,086 വോട്ടുകൾ. അങ്ങനെയാണ് വോട്ട് നില. അതിൽ ശരി. അല്ലമീൻ ലീഡ് നില അറിയണം, കൃത്യമായ ലീഡ് നില അറിയണം. 1534 എന്നുള്ളതാണ് വി ജോയിയുടെ ഇപ്പോഴത്തെ ലീഡ് നില. ഒരു വേള 2000-ൽ നിന്ന് കളിച്ച വി ജോയി 5000-ലേക്ക് ഒരു കുതിച്ചുചാട്ടം. ആ ലീഡ് മാത്രം പറഞ്ഞാൽ മതി, പറഞ്ഞോണ്ടേ ഇരുന്നോളൂ. 1554. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ വി ജോയിയുടെ ലീഡ് നില 1534 ഇടത് കോട്ട തിരിച്ചു വരുമോ അതോ ഇടത് കോട്ടയിൽ അടൂർ വീണ്ടും ഒരു മാറ്റം വന്നിരിക്കുകയാണ് ലീഡ് നിലയിൽ. അത് കൃത്യമായ കണക്ക് പ്രേക്ഷകരിലേക്ക് ഇപ്പോൾ പങ്കുവയ്ക്കാം. ഒരു മാറ്റം വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഇല്ല, മാറ്റം വന്നിട്ടില്ല. നേരത്തെയുള്ള 1554 എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും വി ജോയിയുടെ ലീഡ് നില. എപ്പോൾ വേണമെങ്കിലും മാറ്റം തരുന്നതാണ് പുതിയ വാർത്ത. നോക്കൂ, ഞാനിപ്പോ ട്രാക്കില് വി ജോയിയുടെ ഒരു സഹായിയെ നിർത്തിയിട്ടുണ്ട്. അല്ലമീൻ തന്ന വിവരം 3 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അയാൾ തരുന്നത്. അപ്പോ അല്ലമീനാണ് ഫസ്റ്റ്. അതുകൊണ്ട് തുറന്നോളൂ. നികേഷ്, ആര് ഫസ്റ്റ് ആകുമെന്നുള്ളതാണ് ഇപ്പോൾ ആറ്റിങ്ങലിൽ സർപ്രൈസായി നിൽക്കുന്നത്. ഒരു ത്രില്ലർ പോരാട്ടം ആറ്റിങ്ങലിൽ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറെ പ്രധാനം. അത് നോക്കാനുണ്ട് സുജി. അത്തരം വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. പല മേഖലകളും മാറനല്ലൂർ ഉൾപ്പെടെയുള്ള പല കാട്ടാക്കടയുടെ കീഴിൽ വരുന്നതാണ്. അവിടേക്ക് ഏത് മേഖലകൾ കൃത്യമായി വോട്ടെണ്ണാനുണ്ട് എന്നുള്ള വിവരം ലഭിച്ചിട്ടില്ല. പക്ഷേ കാട്ടാക്കട, ആറ്റിങ്ങൽ, വാമനപുരം മണ്ഡലങ്ങളിലെ വിവിധ പ്രദേശങ്ങളിൽ ഇപ്പോഴും വോട്ടെണ്ണൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നുണ്ട്. 3 മുന്നണികൾക്കും ഒരുപോലെ സ്വാധീനം. അതിൽ UDF-നും LDF-നും അധികം സ്വാധീനമുള്ള മേഖലകളിലാണ് ഇപ്പോൾ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നത്. അപ്പോൾ ഓരോ സെക്കൻഡിലും ഈ ലീഡ് നില മാറി മറിഞ്ഞുകൊണ്ട് അടൂർ പ്രകാശിനും വി ജോയിക്കും നെഞ്ചിടിപ്പേറ്റുന്ന ഒരു കാഴ്ചയാണ്. ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഏണിക്കര കരകുളം ലീഡ് പിടിക്കണമെന്നാണ്. എന്നാൽ മാത്രമേ ജയിക്കാനാകൂ എന്നാണ് പറയുന്നത്. ഏണിക്കര കരകുളം ലീഡ് പിടിക്കണം. ഏണിക്കൽ കരകുള മേഖലകളൊക്കെ തന്നെ BJP-ക്ക് സ്വാധീനമുള്ള പ്രദേശം കൂടിയാണ്. അവിടെ ആര് ലീഡ് പിടിക്കുമെന്നുള്ളത് ഏറെ പ്രധാനമാണ്. BJP-ക്കും അതുപോലെ BJP-ക്ക് സ്വാധീനമുള്ള മേഖലകളാണ് ഈ 2 പ്രദേശങ്ങളും. സ്വാഭാവികമായും ഏണിക്കരയിലും കരകുളത്തും BJP-ക്ക് സ്വാധീനമുള്ള മേഖലകളാണ്. അവിടെ BJP ലീഡ് ചെയ്യും, വി മുരളീധരൻ ലീഡ് ചെയ്യുമോ അതോ ആ വോട്ടുകൾ UDF പെട്ടിയിലേക്ക് അല്ലെങ്കിൽ LDF പെട്ടിയിലേക്ക് വരുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. ഏതായിരുന്നാലും ആര് മുന്നേറും എന്നുള്ളതാണ് ഏറെ പ്രധാനം. വലിയൊരു ഫോട്ടോ ഫിനിഷിംഗിലേക്ക് ആറ്റിങ്ങൽ പോകുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഞാനും ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ ഒരു വോട്ടറാണ്. വോട്ട് രേഖപ്പെടുത്തിയിട്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും നമുക്കും ഈ ആവേശവും ഈ ത്രില്ലറും നമ്മുടെ മണ്ഡലത്തിൽ ആര് ഇനി തുടർന്നുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സന്ദേഹം അല്ലെങ്കിൽ ഒരു സർപ്രൈസ് നമുക്കുമുണ്ട്. ഏതായാലും വലിയ ഒരു പോരാട്ടം ആറ്റിങ്ങലിൽ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കണ്ടിരുന്നു. അത് വോട്ടെണ്ണലിന്റെ അവസാന ഘട്ടത്തിലും അത് നെഞ്ചിടിപ്പേറ്റുന്ന വിധത്തിലേക്ക് ആ ലീഡ് നില മാറി മറിയുന്ന ഒരു കാഴ്ച ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരിടത്ത് മാത്രം അലമീൻ ലൈനിൽ തന്നെ തുടരുക. 1534 വോട്ടുകളാണ്. 1534 വോട്ടുകൾക്കാണ് ഇപ്പോൾ വി ജോയ് മുന്നിൽ നിൽക്കുന്നത്. വി മുരളീധരൻ 3 ലക്ഷം വോട്ട് മറികടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതെ. അപ്പോൾ 1534 വോട്ടുകൾക്ക് ഇപ്പോൾ വി മുരളീധരൻ 1534 വോട്ടുകൾക്ക് വി ജോയ് മുന്നിലെത്തി നിൽക്കുന്നു. വി മുരളീധരൻ 3 ലക്ഷം കടന്നിരിക്കുന്നു. ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് യഥാർത്ഥത്തിൽ ആറ്റിങ്ങലിൽ നടക്കുന്നത്. വി ജോയ് ആണ് ഇപ്പോൾ മുന്നിൽ. 1534 വോട്ടുകൾക്കാണ് ഇപ്പോൾ വി ജോയ് മുന്നിൽ നിൽക്കുന്നത്. അതിശക്തമായിട്ടുള്ള ത്രികോണ മത്സരത്തിനൊടുവിൽ ഇപ്പോൾ നേരിയ മുൻതൂക്കം വി ജോയ്ക്കുണ്ട് എന്ന് മാത്രമേ പറയാൻ കഴിയൂ. നേരത്തെ 5000-ലധികം വോട്ടുകളുടെ ലീഡുണ്ടായിരുന്ന വി ജോയ് ഇപ്പോൾ വെറും 1534 വോട്ടുകളുടെ ലീഡുമായി മുന്നോട്ട് പോവുകയാണ്. വി ജോയ്